السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ സന്മാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. ഈ ആയത്ത് നോമ്പ് എടുക്കുന്നതിന്റെ കൽപ്പനയും അതിന്റെ നിബന്ധനകളും അതിനെക്കുറിച്ചുള്ള കൽപ്പനകളും അടങ്ങുന്ന ആയത്തുകൾക്ക് അനുബന്ധമായി ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമ്മെ റമളാനും ദുആ സ്വീകാര്യതയും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഈ ബന്ധത്തെ ഇപ്രകാരം വിവരിച്ചു: വ്രതം ഏതുപോലെ തഖ്വ സ്വായത്തമാക്കുന്നതിനുള്ള മാർഗമാണോ അതുപോലെ തന്നെ ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം കൂടിയാണ്. റമദാൻ മാസം ദുആ സ്വീകാര്യതയുടെ മാസം മാത്രം ആയി മാറുകയല്ല, ഏതുവരെ അതിൽ തഖ്വ സ്വായത്തമാക്കുവാനും തഖ്വയിലൂടെ ജീവിതം കഴിച്ചുകൂട്ടുന്നതിനും ദൈവസാമീപ്യം പ്രാപിക്കുന്നതിനുള്ള മാർഗമാക്കി മാറ്റുന്നതിനും വേണ്ടി പരിശ്രമിക്കുന്നില്ലയോ? ഈ ഒരു അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ അല്ലാഹുമായി റമദാനിൽ ഉണ്ടാക്കിയെടുത്ത ബന്ധം കേവലം റമദാനിൽ മാത്രം പരിമിതപ്പെടുകയില്ല, മറിച്ച് സ്ഥിരമായ മാറ്റത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകും. അല്ലാഹുവും ഇത് തന്നെയാണ് ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്: ഞാൻ സമീപസ്ഥനാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ മാസത്തിൽ ശൈത്താൻ ബന്ധനസ്ഥനാകുന്നു. അല്ലാഹു താഴത്തെ ആകാശത്ത് വരുന്നു. എന്നാൽ ആരുടെ സമീപത്താണ് വരുന്നത്?
ആരാണോ അവന്റെ സാമീപ്യം അനുഭവിക്കുകയും അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുകയും ചെയ്യുന്നത്, അതിനായി അള്ളാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന ഫൽയസ്തജീബൂലി എന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അന്വേഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി ലബ്ബൈക്ക് പറയുകയും ചെയ്യുന്നത്, ഈ കാര്യത്തിൽ അതായത് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ശക്തിയുള്ളവനാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നത്. അഥവാ ഞാൻ അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അവനു വേണ്ടി പരിപൂർണമായും സമർപ്പിക്കപ്പെട്ട് അവനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്റെ ദുആ കേൾക്കുന്നതായിരിക്കും. തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നു, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ എന്റെ ദാസന്റെ ദുആകൾ കേൾക്കുന്നു. ഈ മാസത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സമീപത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ വിളിക്കുക, എന്നാൽ നിങ്ങളുടെ ദുആയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുന്നതിനു മുമ്പ് ആ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. അതായത് എന്റെ വാക്കുകൾ കേൾക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് നിബന്ധന. എന്റെ എല്ലാ ശക്തികളിലും പരിപൂർണ വിശ്വാസവും ഈമാനും ഉണ്ടായിരിക്കണം. ഞങ്ങൾ ദുആ ചെയ്യുന്നു, എന്നാൽ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നവർ, അവർ എപ്പോഴെങ്കിലും ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? എത്രത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്? അഥവാ നമ്മുടെ കർമ്മങ്ങൾ ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ കേവലം ആചാരപരമാണ് എങ്കിൽ നാം അള്ളാഹുവിനെ വിളിച്ചു, എന്നാൽ നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ വാദം തെറ്റാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചുകൊണ്ട്, അതായത് അള്ളാഹു എന്ത് നിബന്ധനയാണ് വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് പറയുന്നു. ഒന്നാമതായി അള്ളാഹു ഈ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്, ആളുകൾ ഞാൻ അവരുടെ വാക്കുകൾ കേൾക്കുന്ന വിധത്തിലുള്ള തഖ്വയുടെയും വിശുദ്ധിയുടെയും അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. തഖ്വ ഉണ്ടാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ദുആ കേൾക്കുന്നു. രണ്ടാമത്തെ കാര്യം, എന്നിൽ വിശ്വസിക്കുക. ഏതുപോലുള്ള വിശ്വാസം? ദൈവം ഉണ്ട് എന്ന കാര്യത്തിലുള്ള വിശ്വാസം, അവന് എല്ലാ ശക്തികളും കഴിവും ഉണ്ട് എന്ന വിശ്വാസം, ദൈവത്തിന്റെ അസ്തിത്വവും എല്ലാ കഴിവുകളും ശക്തിയും ഉണ്ട് എന്ന അനുഭവം മനുഷ്യന് ഉണ്ടായാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അവൻ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ് എന്നതിനെക്കുറിച്ചുള്ള മാരിഫത്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും, അഥവാ അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ പോലും ദൈവം ഉണ്ട്, അവൻ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ് എന്ന വിശ്വാസം അഥവാ അദൃശ്യകാര്യത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ് എന്നതിനെക്കുറിച്ചുമുള്ള ദൈവിക ജ്ഞാനവും ലഭിക്കും. അവന് ദുആ കേൾക്കും എന്നതിന്റെ അനുഭവവും ഉണ്ടാകും. ആദ്യം മനുഷ്യൻ തന്റെ ഈമാനെ ദൃഢീകരിക്കണം. അപ്പോൾ അള്ളാഹു ചുവട് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ തെളിവുകളും ലഭിക്കും. ദുആ സ്വീകാര്യതയുടെ നിബന്ധനകൾ, അതിന്റെ തത്വം, അതിന്റെ ഫിലോസഫി
മുതലായവയെക്കുറിച്ച് ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിശദമായ നിലയിൽ വിവിധ അവസരങ്ങളിൽ വെളിച്ചം വീശിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതാനും ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതായിരിക്കും. അതിലൂടെ നമുക്ക് ഈ വിഷയത്തിന്റെ ഗഹനത മനസ്സിലാക്കിക്കൊണ്ട് റമദാനിൽ ഇതിനെ ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള മാർഗം ആക്കിക്കൊണ്ട് നമ്മുടെ അറിവും ദൈവിക ജ്ഞാനവും വർദ്ധിപ്പിക്കാനും സഹായിക്കും. യഥാർത്ഥ നേർമാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടുന്നവരായി തീരാനും സാധിക്കും. റമദാന്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നേടാനും സാധിക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടണം എന്നാണ്. ഇതിനെക്കുറിച്ച് അല്പം വിശദീകരണം ഞാൻ തുടക്കത്തിൽ നൽകി. അള്ളാഹു ദുആ സ്വീകരിക്കുന്നതിനായി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കേണ്ടതും നമ്മുടെ നിർബന്ധ കടമയാണ്. ഈ കാര്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ദുആ സ്വീകാര്യതയുടെ തത്വം എന്താണ്, ചില അവസരങ്ങളിൽ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കുന്നവരുടെ ദുആകൾ അവർ ദുആ ചെയ്യുന്ന വിധത്തിൽ സ്വീകരിക്കപ്പെടാറില്ല. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആയുടെ തത്വം ഇതാണ്: അള്ളാഹു ദുആ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രത്യാശകൾക്കും കീഴിലല്ല. നോക്കൂ, കുട്ടികൾ തങ്ങളുടെ മാതാക്കൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. അവൾ ആഗ്രഹിക്കുന്നു കുട്ടികൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എന്നാൽ കുട്ടികൾ അനാവശ്യമായി ശാഠ്യം പിടിക്കുകയും കരഞ്ഞുകൊണ്ട് മൂർച്ചയുള്ള കത്തിയോ ജ്വലിക്കുന്ന തീക്കനലോ ആവശ്യപ്പെടുകയാണെങ്കിൽ മാതാവ് യഥാർത്ഥത്തിലുള്ള സ്നേഹവും ഹൃദയവേദനയും ഉണ്ടായിരുന്നിട്ടും തന്റെ കുട്ടി തീക്കനലെടുത്ത് കൈപൊള്ളിക്കുന്നതിനോ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് പിടിച്ച് കൈമുറിക്കുന്നതോ സഹിക്കുമോ? ഒരിക്കലും ഇല്ല. ഈ ഒരു തത്വത്തിൽ നിന്ന് ദുആ സ്വീകാര്യതയുടെ തത്വവും മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞു, ഞാൻ സ്വയം ഈ കാര്യത്തിൽ അനുഭവസ്ഥനാണ്. ദുആയിൽ ഏതെങ്കിലും കാര്യം അപകടകരമായതുണ്ട് എങ്കിൽ ആ ദുആ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഈ കാര്യം നല്ലവണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അറിവ് ഉറച്ചതും ശരിയായിട്ടുള്ളതും അല്ല. ഒരുപാട് പ്രവൃത്തികൾ നാം അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി നല്ലതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നു. അതിന്റെ ഫലം നല്ലതായിരിക്കും എന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം അത് ഒരു ദുഃഖവും പ്രയാസവുമായി മാറുന്നു. ചുരുക്കത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എല്ലാം ശരിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. നമുക്ക് ഉറച്ച നിലയിൽ പറയാൻ സാധ്യമല്ല. കാരണം മനുഷ്യ സൃഷ്ടിപ്പിൽ മറവിയും അശ്രദ്ധയും ഉണ്ട്. മറവി മനുഷ്യനിൽ നിന്നുണ്ടാകുന്നു. അത് മനുഷ്യപ്രകൃതത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവണം എന്നീ ആഗ്രഹങ്ങളിൽ ചിലത് അപകടകരമായിരിക്കും. അഥവാ അള്ളാഹു ഈ കാര്യം അനുവദിക്കുകയാണ് എങ്കിൽ ആ കാര്യം അതവന്റെ റഹ്മത്തിന്റെ സ്ഥാനത്തിന് തികച്ചും വിരുദ്ധമായിരിക്കും. മനുഷ്യൻ വിചാരിക്കുന്നു അങ്ങനെ ആകേണ്ടതായിരുന്നു. എന്നാൽ ചില സമയത്ത് അത്തരം ആഗ്രഹങ്ങൾ പോലും മനുഷ്യന് അപകടകരമായിരിക്കും. അഥവാ അള്ളാഹു ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സ്ഥാനത്തിന് ഇത് എതിരായി മാറും. അള്ളാഹു ദുആ ചെയ്യുന്ന ആൾക്ക് വേണ്ടി, തന്റെ ദാസിനു വേണ്ടി കാരുണ്യമാണ് ആഗ്രഹിക്കുന്നത്. അഥവാ അവന് നഷ്ടം വരികയാണെങ്കിലും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു നൽകുകയാണെങ്കിൽ ഈ കാര്യം അവന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ സ്ഥാനത്തിന് വിരുദ്ധമായിരിക്കും. പറയുന്നു, സത്യവും യഥാർത്ഥവുമായ ഒരു കാര്യം ഇതാണ്: അള്ളാഹു തന്റെ ദാസരുടെ ദുആ കേൾക്കുന്നു, അതിന് സ്വീകാര്യതയുടെ സ്ഥാനം നൽകുന്നു. എന്നാൽ എല്ലാ വാക്കും ആഗ്രഹവും അല്ല. കാരണം നഫ്സിന്റെ ആവേശം കാരണം മനുഷ്യൻ പര്യവസാനവും പരിണിത ഫലവും നോക്കാതെ ദുആ ചെയ്യുന്നു. എന്നാൽ അള്ളാഹു കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയുന്നവനും
പരിണിത ഫലത്തെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ളവനും ആണ്. അവൻ ആ കുഴപ്പങ്ങളെയും ദുഷ്ഫലങ്ങളെയും ദുആ സ്വീകരിക്കുന്നതുകൊണ്ട് ദുആ ചെയ്യുന്ന ആൾക്ക് എത്താനിടയുള്ളതിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ റദ്ദു ചെയ്യുന്നു. മനുഷ്യന് തന്റെ പര്യവസാനം കാണാൻ സാധ്യമല്ല. എന്നാൽ അവൻ അല്ലാഹുദാസിന്റെ യഥാർത്ഥ നന്മ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ നന്മ ആഗ്രഹിക്കുന്നു. അവന്റെ പര്യവസാനത്തെ കുറിച്ചുള്ള അറിവുമുണ്ട്. എന്താണ് സംഭവിക്കുക എന്നവന് കാണാൻ സാധിക്കും. അവൻ അത് മുഖേന ഉണ്ടാകുന്ന നഷ്ടത്തെയും അത് മുഖേന ഉണ്ടാകുന്ന ദുഷ്ഫലത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് ദുആയെ റദ്ദു ചെയ്യുന്നു. കാരണം തന്റെ ദാസന്റെ നന്മ അല്ലാഹു ഈ ദുആ റദ്ദു ചെയ്യുന്നതിലാണ് എന്ന് മനസ്സിലാക്കുന്നു. പറയുന്നു, ഈ ദുആ റദ്ദു ചെയ്യുന്നത് തന്നെയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ദുആ സ്വീകാര്യത. അത്തരം ദുആകൾ അല്ലാഹുവിന്റെ പക്കൽ റദ്ദു ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ദുആ സ്വീകാര്യത. കാരണം അല്ലാഹു മനസ്സിലാക്കി ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തമമല്ല. ഏതൊന്നിലാണോ മനുഷ്യൻ അപകടത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കുന്നത് അത്തരം ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നു. എന്നാൽ അപകടമുണ്ടാകുന്ന ദുആകളെ റദ്ദു ചെയ്തുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ചിലതിൽ പ്രയോജനമുണ്ടാകും, അത് അതേപോലെ തന്നെ സ്വീകരിക്കുന്നു. ഏതൊന്നിലാണോ മനുഷ്യന് നഷ്ടമുണ്ടാകുന്നത് അത് റദ്ദു ചെയ്യുന്നു, സ്വീകരിക്കുകയില്ല. അത് തന്നെയാണ് ആ ദുആയുടെ സ്വീകാര്യത. അവിടുന്ന് പറയുന്നു, എനിക്ക് ഈ ഇൽഹാം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഉജീബു കുല്ല ദുആയിക. മറ്റു വാക്കുകളിൽ പ്രകാരം പറയാം, യഥാർത്ഥ അർത്ഥത്തിൽ പ്രയോജനപ്രദവും ഉപകാരപ്രദവുമായിട്ടുള്ള എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടും. ചോദിക്കുന്നത് പ്രയോജനം നൽകുന്നതാണ് എങ്കിൽ അത് സ്വീകരിക്കപ്പെടും. എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടും എന്നല്ല. അല്ലാഹു തന്റെ ഔലിയാക്കളുടെയും നബിമാരുടെയും ചില ദുആകൾ കേൾക്കുകയും ചിലത് കേൾക്കാതിരിക്കുകയും ചെയ്യും. അത് ശ്രവിക്കാതിരിക്കാനുള്ള കാരണം അത് പ്രയോജനപ്രദമല്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ പരിണിതഫലം ഭയാനകരമായിരിക്കും എന്നതുകൊണ്ടാണ്. കാരണം അല്ലാഹു അദൃശ്യകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവനാണ്. അവന് കാര്യങ്ങൾ നല്ല നിലയിൽ അറിയാൻ സാധിക്കും. പിന്നീട് ഈ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ദുആക്ക് വേണ്ടി തന്റെ വിശ്വാസവും കർമ്മവും നോക്കേണ്ട ആവശ്യമുണ്ട്. അവിടുന്ന് പറയുന്നു, സത്യമായ കാര്യമാണ്, ഏതൊരാളാണോ കർമ്മം പ്രയോജനപ്പെടുത്താത്തത് അയാൾ ദുആ ചെയ്യുന്നില്ല. കേവലം ദുആ മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്, മറിച്ച് കർമ്മവും അനിവാര്യമാണ്. എന്നാൽ അത്തരം ആളുകൾ അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ്. പ്രവൃത്തിയില്ലാതെ കേവലം ദുആ മാത്രമാണുള്ളത് എങ്കിൽ അത് ദുആ അല്ല, മറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പ് തങ്ങളുടെ മുഴുവൻ കഴിവുകളും ചെലവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് തന്നെയാണ് ദുആയുടെ അർത്ഥം. ആദ്യം മനുഷ്യൻ തന്റെ വിശ്വാസത്തെയും പ്രവർത്തനങ്ങളെയും നോക്കേണ്ടതാണ്. കാരണം പരിഷ്കരണം മാധ്യമങ്ങൾ മുഖേനയാണ് നടക്കുക എന്നാണ് അള്ളാഹുവിന്റെ ശീലം. പരിഷ്കരണം ഉണ്ടാകുന്നതിന് ചില സാധന സാമഗ്രികൾ ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. പരിഷ്കരണത്തിന് കാരണമാകുന്ന ഏതെങ്കിലും ഒരു കാരണം അവൻ സൃഷ്ടിക്കുന്നു. ദുആ ഉണ്ട് എങ്കിൽ പിന്നെ സാധന സാമഗ്രികളുടെ ആവശ്യം പിന്നെ എന്ത് എന്ന് ചോദിക്കുന്നവർ ഈ സ്ഥാനത്ത് ഈ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക. അവർ പറയുന്നു, ദുആ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സാധന സാമഗ്രികളുടെ ആവശ്യം ഒന്നും തന്നെയില്ല. അവർ വിഡ്ഢികളാണ്. ചിന്തിക്കുക, ദുആ എന്ന് പറയുന്നത് സ്വയം ഒരു അദൃശ്യമായ കാരണമാണ്. ദുആയും ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറഞ്ഞിരിക്കുന്ന ഒരു കാരണമാണ്. അത് ആ ജോലി ചെയ്യുന്നതിന് ഒരു കാരണമായി മാറുന്നു. അത് മറ്റു സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു. ദുആ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ആ ജോലി ചെയ്യുന്നതിനുള്ള മറ്റു കാരണങ്ങളും ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് കടം ആവശ്യമുണ്ടെങ്കിൽ, പണം ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹായത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹു ആരെങ്കിലും മുഖേന അത് സംഘടിപ്പിച്ചു നൽകുന്നു. അയാൾക്ക് വേണ്ടി എളുപ്പമുണ്ടാക്കുന്നു.
ഒരു വസ്തുവും ആകാശത്തിൽ നിന്ന് വീഴുകയല്ല ചെയ്യുന്നത്. ആർക്കെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങുകയല്ല, മറിച്ച് അതിനുള്ളൊരു മാർഗം ഉണ്ടാകും. ആ മാർഗമാണ് അള്ളാഹു ദുആ മുഖേന ഉണ്ടാക്കിയിരിക്കുന്നത്. ദുആവചനമായ ഇയ്യാക നസ്തഈനുമേൽ ഇയ്യാക നഅ്ബുദുവിന് മുൻഗണന നൽകിയിരിക്കുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായ വിശദീകരണമാണ്. ആദ്യം ഇയ്യാക നഅ്ബുദു എന്നാണ് പറഞ്ഞത്, എന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. ഞങ്ങൾ നിന്നോട് ആദ്യം സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു. ദുആയോടൊപ്പം സാധന സാമഗ്രികളിലേക്കുള്ള ശ്രദ്ധയും ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ദൈവിക നിയമം നാം കാണുന്നു. അവൻ കാരണം സൃഷ്ടിക്കുന്നു. നോക്കൂ, ദാഹം ശമിപ്പിക്കാൻ വെള്ളവും വിശപ്പകറ്റാൻ ഭക്ഷണവും ഒരുക്കുന്നു. എന്നാൽ അതിനുള്ള മാർഗങ്ങളിലൂടെ ഈ സാധന സാമഗ്രികളുടെ പരമ്പര ഈ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മാർഗങ്ങളുടെ സൃഷ്ടിപ്പ് തീർച്ചയായും ഉണ്ടാകുന്നു. കാരണം തീർച്ചയായും ഉണ്ടാക്കുന്നു. കാരണം അള്ളാഹുവിന്റെ 2 പേരുകളാണുള്ളത്. കാനല്ലാഹു അസീസൻ ഹക്കീമ. അസീസ് എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നവൻ, അതിന് കഴിവും ശക്തിയും ഉള്ളവൻ, എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുന്നവനും ചെയ്യുന്നവനും. ഹക്കീം എല്ലാ പ്രവൃത്തികളും അവസരോചിതമായി അറിയുന്നവൻ. നോക്കുക, സസ്യങ്ങളിലും നിർജീവ വസ്തുക്കളിലും വ്യത്യസ്തമായ പ്രത്യേകതകൾ വെച്ചിട്ടുണ്ട്. തുർബത്തിനെ നോക്കുക, അത് ഒരു 10 ഗ്രാം കഴിക്കുന്നത് കൊണ്ട് വയറിളക്കമുണ്ടാകുന്നു. അതുപോലെ തന്നെ സിഗ്മോണിയായും വെറുതെ വയറിളക്കം ഉണ്ടാക്കുവാനും അള്ളാഹു കഴിവുള്ളവനാണ്. ദാഹം, വെള്ളം ഇല്ലാതെ ശമിപ്പിക്കാനും അവന് കഴിവുണ്ട്. എന്നാൽ കുദറത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിവ് നൽകേണ്ടത് നിർബന്ധ കാര്യമാണ്. കാരണം കുദറത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് എത്രമാത്രം അറിവും ഗ്രാഹ്യവും ഉണ്ടാകുന്നുവോ അത്രത്തോളം മനുഷ്യൻ അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ച് അറിഞ്ഞ് അവന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പ്രാപ്തനായിത്തീരും. അള്ളാഹു ഈ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ ഗുണങ്ങളെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ച് അറിവ് നൽകേണ്ടതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു. അതും അള്ളാഹു തന്നെ സൃഷ്ടിച്ചതായതുകൊണ്ട് പറയുന്നു, അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ എത്രത്തോളം വിശാലമായ നിലയിൽ അറിവുണ്ടാകുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ചുള്ള അറിവും ഗ്രാഹ്യവും മനുഷ്യനുണ്ടാകും. അതിന്റെ ഗ്രാഹ്യം കരസ്ഥമാക്കാൻ മനുഷ്യൻ പ്രാപ്തനായിത്തീരും. ഇതുതന്നെയാണ് ദീനീബോധം ഉള്ള ഒരു വ്യക്തിയുടെ ജോലി. ഒരു നിരീശ്വരവാദി തന്റെ അറിവിനെ വലുതായി മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി ആ അറിവിലുള്ള വർധനവ് കൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളെയും കുദറത്തുകളെയും അറിയുന്നവനായിത്തീരുന്നു. ദുആയുടെ ഫിലോസഫി ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം വിവരിച്ചു: ഒരു കുട്ടി വിശപ്പ് കാരണം പിടയുകയും അസ്വസ്ഥനായി കരയുകയും ചെയ്യുമ്പോൾ മാതാവിന്റെ സ്തനങ്ങളിൽ പാല് കിനിഞ്ഞിറങ്ങുന്നു. കുട്ടിക്ക് ദുആയുടെ പേര് പോലും അറിയുകയില്ല. എന്നാൽ അവന്റെ കരച്ചിൽ പാലിനെ ആകർഷിക്കുവാനുള്ള കാരണം എന്താണ്? ഈ കാര്യം എന്ന് പറയുന്നത് പൊതുവിൽ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ഇപ്രകാരവും കണ്ടിട്ടുണ്ട്: മാതാക്കൾക്ക് തങ്ങളുടെ സ്തനങ്ങളിൽ പാല് അനുഭവവേദ്യമായിരിക്കുക പോലും ഇല്ല, ചിലപ്പോൾ ഉണ്ടാകാറും ഇല്ല. എന്നാൽ കുട്ടിയുടെ വേദനാ നിർഭരമായ കരച്ചിൽ ചെവിയിൽ എത്തുമ്പോൾ ഉടനെ തന്നെ പാല് നിർഗളിച്ചു വരുന്നു. പാലിന് ഈ കുട്ടിയുടെ കരച്ചിലുമായി ഒരു ബന്ധം ഉള്ളതുപോലെ ഞാൻ സത്യമായും പറയുന്നു, അഥവാ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നമ്മുടെ വിലാപങ്ങൾ ഇതേപോലെ വേദനാ നിർഭരമാണ് എങ്കിൽ അത് അവന്റെ കാരുണ്യത്തെയും അനുഗ്രഹങ്ങളെയും ആവേശഭരിതമാക്കുന്നു, അതിനെ ആകർഷിച്ചു കൊണ്ടുവരുന്നു. വീണ്ടും ഇതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മാതാവിന്റെയും കുട്ടിയുടെയും ഉദാഹരണം വിവരിച്ചുകൊണ്ട് ചോദിക്കേണ്ടത് മനുഷ്യന്റെ പ്രത്യേകതയായിരിക്കണം. ഈ പ്രത്യേകത മനുഷ്യനുണ്ടാകുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുന്ന ദൃശ്യവും കാണിച്ചു തരുന്നു. അവിടുന്ന് പറയുന്നു, ചോദിക്കുക എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ്, സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന്റെയും പ്രത്യേകതയാണ്. ആരാണോ ഇത് മനസ്സിലാക്കാതിരിക്കുകയും ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവൻ വ്യാജനാണ്. ഞാൻ നൽകിയ കുട്ടിയുടെ ഉദാഹരണം ദുആയുടെ ഫിലോസഫിയെ നല്ലവണ്ണം പരിഹരിച്ചു തരുന്നു. റഹ്മാനിയത്തും റഹീമിയത്തും രണ്ടല്ല.
ഏതൊരാളാണോ ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾക്കൊന്നും ലഭിക്കുകയില്ല. റഹ്മീയത്ത് നേടുന്നതിനായി റഹ്മാനിയത്തിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് സാധ്യമല്ല. റഹ്മാനിയത്തിന്റെ തേട്ടം എന്ന് പറയുന്നത് നമ്മളിൽ റഹീമിയത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ റഹീമിയത്ത്, അതായത് അവനോട് ചോദിച്ചു വാങ്ങുന്ന അവന്റെ സിഫത്ത്, അതിന് റഹ്മാനിയത്ത് ശക്തി നൽകുന്നു. ആരാണോ അപ്രകാരം പ്രവർത്തിക്കാത്തത് അയാൾ നിയമത്തുകളെ നിഷേധിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവനാണ്. ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നീ നൽകിയിരിക്കുന്ന ഈ പ്രത്യക്ഷമായ സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. പ്രത്യക്ഷ കാരണങ്ങൾ ഒന്ന് ദുആയാണ്, മറ്റൊന്ന് ഈ പ്രവൃത്തികൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സാധന സാമഗ്രികളാണ്. അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നതാണ്. നോക്കൂ, ഈ നാവ് അത് മാംസം കൊണ്ടും പേശികൾ കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്. നാവ് അത് പേശികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൽ ഉമനീര് ഉണ്ട്. അഥവാ അതപ്രകാരം അല്ല എങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. നാവ് വരണ്ടാൽ മനുഷ്യന് സംസാരിക്കാൻ സാധിക്കുകയില്ല. നാവിന്റെ ഏതെങ്കിലും ഒരു പേശി വലിഞ്ഞാൽ അത് അവിടെ തന്നെ ഉറച്ചുപോകുന്നു. പറയുന്നു, അത്തരം നാവ് ദുആക്ക് വേണ്ടി നൽകി. അത് ഹൃദയത്തിന്റെ അവസ്ഥയെ പ്രകടിപ്പിക്കുന്നു. നാവ് നൽകിയത് മനുഷ്യൻ സംസാരിക്കുകയും ഹൃദയത്തിന്റെ അവസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അഥവാ നാം ദുആ ആകുന്ന പ്രവൃത്തി നാവ് കൊണ്ടൊരിക്കലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നിർഭാഗ്യാവസ്ഥയാണ്. ഒരുപാട് രോഗങ്ങളുണ്ട്. അഥവാ അത് നാവിന് ബാധിച്ചാൽ ഒറ്റയടിക്ക് തന്നെ നാവ് അതിന്റെ പ്രവൃത്തി ചെയ്യാത്തതായിത്തീരും. ഏതുവരെ എന്നാൽ മനുഷ്യൻ മൂകനായിത്തീരും. നമുക്ക് നാവ് നൽകിയിരിക്കുന്നു എന്നത് എത്തരത്തിലുള്ള ഒരു റഹീമിയത്താണ്. അതുപോലെ തന്നെ ചെവിയുടെ സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ടായാൽ ഒന്നും കേൾക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഹൃദയത്തിന്റെ അവസ്ഥയും വേദനയുടെയും ഉള്ളുരുക്കത്തിന്റെയും അവസ്ഥ വെച്ചിരിക്കുന്നത്. ചിന്തിക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് വെച്ചിരിക്കുന്നത്. അഥവാ അതിന് രോഗം വന്നാൽ അതെല്ലാം തന്നെ പാഴായിപ്പോകും. ഭ്രാന്തന്മാരെ നോക്കുക, അവരുടെ കഴിവുകളെ പ്രകാരമാണ് പാഴായിപ്പോകുന്നത്. അതുകൊണ്ട് ഈ ദൈവീകപരമായ നിയമത്തുകളെ വിലമതിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ലേ? അഥവാ അള്ളാഹു തന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിന്റെ നിയമത്തുകളെ നിഷേധിക്കുന്നവരാണ്, നന്ദിയില്ലാത്തവരാണ്. ഓർക്കുക, തങ്ങളുടെ കഴിവുകളും ശക്തികളും ഉപയോഗിക്കാതെ ഉപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ് എങ്കിൽ ആ ദുആ മുഖേന ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവുകൾ, ശക്തികൾ, സാധന സാമഗ്രികളിലേക്ക് ശ്രദ്ധിക്കാനുള്ള കൽപ്പനകൾ നൽകിയിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരിക, പിന്നീട് ദുആ ചെയ്യുക. അതുകൂടാതെയാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ അത്തരം ദുആ ഒരു പ്രയോജനം ചെയ്യുകയില്ല. കാരണം നാം ആദ്യം നൽകിയിരിക്കുന്ന ദാനത്തിൽ നിന്നും ഒന്നും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ രണ്ടാമത് നൽകിയിരിക്കുന്നതിനെ എങ്ങനെ തങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും? സാധന സാമഗ്രികൾ സൃഷ്ടിച്ചു എന്നതും അള്ളാഹുവിന്റെ ഒരു ദാനമാണ്. എന്നാൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും പിന്നീട് ദുആ ചെയ്യുകയും ചെയ്യുമ്പോഴായിരിക്കും അത് നമുക്ക് പ്രയോജനമായി തീരുക. പിന്നീട് ഈ കാര്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, അതായത് പ്രകൃതി നിയമത്തിൽ ദുആ സ്വീകാര്യതയ്ക്കുള്ള അനേകം ഉദാഹരണങ്ങളുണ്ട് എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ചുരുക്കത്തിൽ പ്രകൃതി നിയമത്തിൽ ദുആ സ്വീകാര്യതയുടെ ഉദാഹരണങ്ങളുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു ജീവനുള്ള മാതൃകകൾ അയക്കുന്നു. അതുകൊണ്ട് അവൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ദുആ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ ഉദ്ദേശവും നിയമവുമാണ്. ഇതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആയിൽ നിന്ന് ലഭിക്കുന്നത് ഞങ്ങളുടെ കർമ്മങ്ങളെ പരിപൂർണമാക്കുകയും അതിന്റെ പാരമ്യത സാധ്യമായിടത്തോളം കൊണ്ടെത്തിക്കുകയും ചെയ്യുക. ഈ വാക്കുകളിൽ ചിന്തിക്കുന്നതിലൂടെ മനസ്സിലാകുന്നു, പ്രത്യക്ഷത്തിൽ ഇതൊരു സൂചന എന്ന നിലയിലാണ് ദുആ ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇത് ദുആ ചെയ്യുക എന്ന വ്യക്തമായൊരു സൂചനയാണ്. സിറാത്തെ മുസ്തഖീമിന്റെ മാർഗം ചോദിക്കുന്നതിനുള്ള അധ്യാപനമാണ്.
അള്ളാഹുവിനോട് സിറാത്തെ മുസ്തഖീം ചോദിക്കുക എന്ന കാര്യത്തിലേക്കാണ് ഇത് സൂചന നൽകുന്നത്. എന്നാൽ ഇതിന്റെ മുന്നിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുക, അതായത് സിറാത്തെ മുസ്തഖീമിന്റെ പടവുകൾക്കായി ശരിയായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക സഹായം ചോദിക്കേണ്ടതാണ്. സിറാത്തെ മുസ്തഖീമിൽ ചലിക്കുന്നതിനായി അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അതുകൊണ്ട് പ്രത്യക്ഷ വസ്തുക്കളെ അവലംബമാക്കേണ്ടത് നിർബന്ധമാണ്. ആരാണോ അതിനെ ഉപേക്ഷിക്കുന്നത് അയാൾ നിഅമത്തിനെ നിഷേധിക്കുന്നവരാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഒരുപാട് രോഗങ്ങളുണ്ട്. നാവിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു, അഥവാ അത് നാവിന് പിടിപെട്ടാൽ അത് ഒറ്റയടിക്ക് അതിന്റെ പ്രവർത്തനം ഉപേക്ഷിക്കുന്നു. ഇത് റഹീമിയത്താണ്. അത് തന്നെ ഹൃദയത്തിൽ വേദനയുടെയും വിലാപത്തിന്റെയും അവസ്ഥ വെച്ചിരിക്കുന്നു. ചിന്തിക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് വെച്ചിരിക്കുന്നു. ഓർക്കുക, അഥവാ നാം ഈ ശക്തികളും കഴിവുകളും പാഴാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയാണ് എങ്കിൽ ആ ദുആ ഒരു വിധത്തിലും പ്രയോജനപ്രദവും ഫലപ്രദവും ആയിരിക്കുകയില്ല. കാരണം ആദ്യത്തെ ദാനം കൊണ്ട് ഒന്നും ചെയ്തില്ല എങ്കിൽ രണ്ടാമത്തേതിൽ നിന്ന് എന്ത് പ്രയോജനം എടുക്കാനാണ്? അതുകൊണ്ട് തന്നെയാണ് ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്നതിനു മുമ്പ് ഇയ്യാക നഅ്ബുദു എന്ന കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. ഞങ്ങൾ നിന്റെ ആദ്യത്തെ ദാനത്തെയും ശക്തിയെയും പാഴാക്കി കളയുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ടില്ല. ഓർത്തുകൊള്ളുക, റഹ്മാനിയത്തിന്റെ പ്രത്യേകത ഇതാണ്. അത് റഹീമിയത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഒരു വാചക കസർത്തല്ല, മറിച്ച് മനുഷ്യന്റെ മഹത്വം അത് ആവശ്യപ്പെടുന്നതാണ്. ചോദിക്കുക എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ആരാണോ അള്ളാഹുവിന്റെ ദുആ സ്വീകാര്യത അന്വേഷിക്കാത്തത് അയാൾ അക്രമിയാണ്. ദുആ എന്നത് അനുഭൂതി നൽകുന്ന ഒരവസ്ഥയാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഞാൻ ഏതു വാക്കുകളിലാണ് ആ അനുഭൂതിയെയും ആസ്വാദനത്തെയും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക? അത് അനുഭവിക്കുന്നതിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഇതാണ് ദുആയുടെ നിർബന്ധ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് സൽക്കർമ്മങ്ങളും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. തങ്ങളുടെ വിശ്വാസം ഈമാൻ സുദൃഢമാക്കുക. കാരണം ഏതൊരാളാണോ തന്റെ വിശ്വാസങ്ങളെ ശരിയാക്കാത്തത്, സൽക്കർമ്മങ്ങൾ പ്രയോഗവൽക്കരിക്കാത്തത്, എന്നിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അയാൾ അഥവാ അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യം ഇതാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ദുആയിൽ ലക്ഷ്യം ഇതാണ്: ഞങ്ങളുടെ കർമ്മങ്ങളെ പരിപൂർണമാക്കുകയും പിന്നീട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് പറയുകയുണ്ടായി. ഞങ്ങൾ അനുഗ്രഹത്തിന് പാത്രമാരുടെ മാർഗമാണ് ആഗ്രഹിക്കുന്നത്. നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗം ഞങ്ങൾക്ക് നൽകിയാലും, പറഞ്ഞു കോപത്തിന് പാത്രമാരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും, നിന്റെ കോപം ഇറങ്ങിയവരുടെ മാർഗത്തിലൂടെ ചരിക്കുന്നതിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും, ഞങ്ങളുടെ കർമ്മങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കരുത്. പറയുന്നു, ആരുടെ മേലാണോ ദുഷ്കർമ്മങ്ങളുടെ ഫലമായ ദൈവീക ശിക്ഷ ഇറങ്ങിയത്, ളാലീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുആ പഠിപ്പിച്ചു. നിന്റെ സഹായമില്ലാതെ വഴിതെറ്റിയവരിൽ നിന്നും രക്ഷപ്പെടുത്തിയാലും, നിന്റെ സഹായം ഞങ്ങൾക്കില്ലാതാകുന്നതിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലും, ഞങ്ങൾ നിന്റെ റഹ്മാനിയത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നവരായി തീരുകയും പിന്നീട് അതിന്റെ ഫലമായി നിന്റെ റഹീമിയത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നവരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് നിന്റെ സഹായവും നിന്റെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയും ഞങ്ങൾ വഴിതെറ്റി അലയുന്നവരായി തീരുകയും ചെയ്യാതിരിക്കട്ടെ. ളാലീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. വീണ്ടും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒന്നും ലഭിക്കുകയില്ല എന്ന ഭൗതികരായവരുടെ ചിന്താഗതിയെ തിരുത്തിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു. ചിലരുടെ ചിന്താഗതി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കരയുന്നത് കൊണ്ടും വിലപിക്കുന്നത് കൊണ്ടും ഒന്നും ലഭിക്കുകയില്ല എന്നാണ്. ഇത് തികച്ചും തെറ്റും അടിസ്ഥാനരഹിതവുമായ കാര്യമാണ്, കളവാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും സിഫത്തുകളിലും കുദ്റത്തിലും കൈകാര്യ കർത്തൃത്വത്തിലും വിശ്വസിക്കാത്തവരാണ്. അഥവാ അവരിൽ ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല.
എപ്പോഴാണോ ഒരാൾ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വന്നിട്ടുള്ളത് അഥവാ അയാൾ സത്യസന്ധമായ തൗബയോടുകൂടി അവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എപ്പോഴും അയാളിൽ തന്റെ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഇതാരോ പറഞ്ഞത് തികച്ചും സത്യമാണ്. ഫാർസി കവിതാ വരിയാണ് കെ ആഷിഖ് ശുദ്ധ് യാരെ ബഹാലിഷ് നസർ ന കർദ് ഖാജ ദർദ് ഹസ്ത് വഗർന തബീബ് ഹസ്ത്. പ്രേമഭാജനം ഒരിക്കൽ പോലും നോക്കാത്ത പ്രേമിക്ക് എന്ത് വിലയാണുള്ളത്? അല്ലയോ മനുഷ്യ, നിനക്ക് വേദന തന്നെയില്ല, അല്ലെങ്കിൽ ചികിത്സകൻ ഉണ്ടല്ലോ. നിന്റെ ഉള്ളിൽ വേദനയില്ല, ചികിത്സകൻ തീർച്ചയായും ഉണ്ട്. തങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കിയെടുക്കുക. പറയുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന്റെ സമക്ഷത്തിൽ വിശുദ്ധ ഹൃദയരായി വരണം എന്നാണ്. കേവലം നിബന്ധന ഇതുമാത്രമാണ്, നിങ്ങൾ അവന്റെ അവസ്ഥക്കനുസരിച്ച് നിങ്ങളെ ആക്കി തീർക്കുക. ഫൽയസ്തജീബൂലി അനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ പോകുന്നതിന് പ്രാപ്തമാകുന്ന യഥാർത്ഥത്തിലുള്ള പരിവർത്തനം തങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, അള്ളാഹുവിൽ അത്ഭുതകരമായ ശക്തി പ്രഭാവങ്ങളുണ്ട്. അവനിൽ പരിധിയില്ലാത്ത അനുഗ്രഹങ്ങളും ബർക്കത്തുകളുമുണ്ട്. എന്നാൽ അത് കാണാനും നേടാനുമായി സ്നേഹത്തിന്റെ ദൃഷ്ടികൾ ഉണ്ടാക്കുക. അഥവാ യഥാർത്ഥ നിലുള്ള സ്നേഹമുണ്ട് എങ്കിൽ അള്ളാഹു ഒരുപാട് ദുആകൾ ശ്രവിക്കും. അള്ളാഹു നിങ്ങളുടെ ദുആകൾ കേൾക്കുന്ന വിധത്തിലുള്ള സ്നേഹം അവനുമായി ഉണ്ടാക്കിയെടുക്കുക. യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ട് എങ്കിൽ ഒരുപാട് ദുആകൾ കേൾക്കും, സഹായിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ സത്യസന്ധമായ സ്നേഹം നേടുന്നതിനു വേണ്ടി മനുഷ്യൻ എങ്ങനെയായിത്തീരണം? അതിന്റെ ഫലമായി അള്ളാഹു ദുആയും കേൾക്കണം, തന്റെ കുദ്റത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിബന്ധന ഇതാണ്: അള്ളാഹുവിനോട് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടാവണം. അള്ളാഹുവിന്റെ സ്നേഹം മനുഷ്യന്റെ നീചമായ ജീവിതത്തെ കരിച്ചു കളഞ്ഞ് അവനെ പുതിയതും പരിശുദ്ധവുമായ ഒരു മനുഷ്യനാക്കി തീർക്കുന്ന കാര്യമാണ്, വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ അവൻ മുമ്പ് കാണാത്ത കാര്യങ്ങൾ കാണുന്നു, മുമ്പ് കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹു മനുഷ്യൻ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിനുമായി തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണത്തളിക നേടുന്നതിനും അതിൽ നിന്ന് ഫലം എടുക്കുന്നതിനും വേണ്ടി കഴിവുകളും നൽകിയിട്ടുണ്ട്. കേവലം വസ്തുക്കൾ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് നമുക്ക് കഴിവുകളും നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും അതിൽ നിന്ന് പ്രയോജനമെടുക്കാനും. അഥവാ അവൻ കഴിവ് നൽകുകയും എന്നാൽ സാധന സാമഗ്രികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അപ്പോഴും അതൊരു ന്യൂനതയായിരിക്കും. ഇനി അഥവാ സാധന സാമഗ്രികൾ ഉണ്ടാവുകയും കഴിവില്ലാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ടും എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? എന്നാൽ അങ്ങനെയല്ല, അവൻ കഴിവും നൽകി സാധന സാമഗ്രികളും നൽകി. ഏതുപോലെ ഒരു ഭാഗത്ത് റൊട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സൃഷ്ടിച്ചു, മറുഭാഗത്ത് കണ്ണും നാവും ആമാശയും നൽകി, കരളിനെയും മറ്റും പ്രവർത്തിപ്പിച്ചു. ഈ എല്ലാ കാര്യങ്ങളുടെയും പ്രവർത്തനം ഭക്ഷണവുമായി ബന്ധിപ്പിച്ചു. കരൾ, ആമാശയം, വൻകുടൽ ഇതെല്ലാം തന്നെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനും മറ്റും അത്യാവശ്യമാണ്. അവിടുന്ന് പറയുന്നു, അഥവാ വയറിനകത്തേക്ക് തന്നെ ഒന്നും പോകുന്നില്ല എങ്കിൽ പിന്നെ ഹൃദയത്തിലേക്ക് രക്തം എങ്ങനെ വരാനാണ്? ഊർജം എങ്ങനെ ഉണ്ടാകാനാണ്? ഭക്ഷണം ശുദ്ധമായ രക്തത്തിന്റെ ഭാഗമാവുകയും ബാക്കിയുള്ള മാലിന്യം എങ്ങനെയുണ്ടാകും? അതുപോലെ ആദ്യമായി അവൻ ഈ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാം പോലുള്ള പരിപൂർണ മതം നൽകി അയച്ചിരിക്കുന്നു. അങ്ങയെ ഖാത്തമുൻ നബിയീൻ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പോലുള്ള പരിപൂർണമായ ഖാത്തമുൽ കുത്തുബ് നൽകി. അതിനുശേഷം ഖിയാമത്ത് വരെ ഒരു പുതിയ ഗ്രന്ഥവും വരികയോ പുതിയ നബി പുതിയ ശരീഅത്തുമായി വരികയോ ചെയ്യുകയില്ല. പിന്നീട് ചിന്തിക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് അത് നാം പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ, അള്ളാഹുവിലേക്ക് ചുവടുകൾ വെക്കുന്നില്ല എങ്കിൽ എത്രമാത്രം അലസതയും മടിയും ആണ്. ചിന്തിക്കൂ, അള്ളാഹു ഈ ആദ്യത്തെ സൂറത്തിൽ തന്നെ നമുക്ക് എത്രമാത്രം ഉന്നതമായ രീതിയിൽ അനുഗ്രഹത്തിന്റെ മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. മനുഷ്യന് പ്രയോജനം എടുക്കുന്നതിനുള്ള മാർഗങ്ങളാണിത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള നബിയെ നമുക്ക് നൽകി. അതുകൊണ്ട് അങ്ങയുടെ സുന്നത്ത് അനുസരിച്ച് ചരിക്കുന്നവരായിരിക്കണം. വിശുദ്ധ ഖുർആൻ പോലുള്ള ഗ്രന്ഥം നമുക്ക് നൽകി. അതുകൊണ്ട് അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. പറയുന്നു, അള്ളാഹു ഈ ആദ്യ സൂറത്തിൽ തന്നെ, അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ എത്രമാത്രം ഉന്നതമായ നിലയിലാണ് അനുഗ്രഹത്തിന്റെ മാർഗം പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ സൂറത്ത് അതിന്റെ പേര് ഖാത്തമുൽ കിതാബ് എന്നും ഉമ്മുൽ കിതാബ് എന്നുമാണ്. വളരെ വ്യക്തമായ നിലയിൽ പറയുകയുണ്ടായി മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്.
അത് സ്വായത്തമാക്കാനുള്ള മാർഗം എന്താണ്? ഇയ്യാക നഅ്ബുദു എന്നത് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതത്തിന്റെ തേട്ടവും ഉദ്ദേശവുമാണ്. അതിനെ ഇയ്യാക നസ്തഈൻ എന്നതിൽ മുൻഗണന നൽകിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞു തന്നിരിക്കുന്നു. ആദ്യമായി മനുഷ്യൻ തന്റെ ധൈര്യവും ബുദ്ധിയും കൊണ്ട് കഴിയുന്നത്ര അള്ളാഹുവിന്റെ പ്രീതിയുടെ മാർഗം സ്വായത്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അതിനുശേഷം പിന്നീട് അള്ളാഹുവിനോട് അതിന്റെ പൂർത്തീകരണത്തിനും അത് ഫലപ്രദമായി തീരുന്നതിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹുവിന്റെ മാരിഫത്ത് സ്വായത്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഖുലിഖൽ ഇൻസാനു ലഈഫ എന്നത് സത്യസന്ധമായ കാര്യമാണ്. മനുഷ്യൻ ബലഹീനനായ സൃഷ്ടിയാണ്. അവന് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അനുഗ്രഹമില്ല എങ്കിൽ മനുഷ്യൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവന്റെ അസ്തിത്വത്തിനും പരിപാലനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ അധിഷ്ഠിതമാണ്. അവന്റെ ബുദ്ധിയും വിവേകവും തന്റെ ബുദ്ധിയിലും വിവേകത്തിലും തന്റെ ധനത്തിലും സമ്പത്തിലും അഹങ്കരിക്കുന്ന മനുഷ്യൻ വിഡ്ഢിയാണ്. കാരണം ഇതെല്ലാം അള്ളാഹുവിന്റെ ദാനമാണ്. അവൻ അത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ദുആക്കായി മനുഷ്യൻ തന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് പൂർണ്ണമായും ചിന്തിക്കേണ്ട നിർബന്ധമാണ്. എത്രത്തോളം അവൻ തന്റെ ബലഹീനതയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം തനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ളതായി മനസ്സിലാക്കും. അങ്ങനെ ഈ വിധത്തിൽ ദുആക്ക് വേണ്ടി അവന്റെ ഉള്ളിൽ ഒരു ആവേശമുണ്ടാകും. ആളുകൾ പറയുന്നു, ദുആക്ക് വേണ്ടി ഒരു ആവേശമുണ്ടാകുന്നില്ല. തങ്ങളുടെ ബലഹീനതയും നിസ്സാരതയും നോക്കുക, പിന്നീട് ആ സ്നേഹത്തിന്റെ തേട്ടം പൂർത്തിയാക്കാനായി പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാവേശമുണ്ടാകും. പറയുന്നു, ഏതുപോലെ മനുഷ്യൻ ഏതെങ്കിലും ആപത്തിൽ അകപ്പെടുമ്പോൾ, ദുഃഖവും പ്രയാസവും അനുഭവിക്കുമ്പോൾ വളരെ ശക്തമായ നിലയിൽ നിലവിളിക്കുന്നു, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നു. അതുപോലെ അവൻ തന്റെ ബലഹീനതകളെയും തെറ്റുകളെയും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും തനിക്ക് അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളവനായി മനസ്സിലാക്കുമ്പോൾ തന്റെ ആത്മാവ് പരിപൂർണമായ ആവേശം കൊണ്ട് വേദന സഹിക്കവയ്യാതെ ദൈവിക സമക്ഷത്തിൽ വീഴുകയും നിലവിളിക്കുകയും ചെയ്യും. യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയും ചെയ്യും. ശ്രദ്ധയോടുകൂടി വിശുദ്ധ ഖുർആൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും, ആദ്യത്തെ സൂറത്തിൽ തന്നെ അള്ളാഹു ദുആയുടെ അധ്യാപനമാണ് നൽകിയിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ദുആ അതിന്റെ ഉള്ളിൽ പ്രയോജനവും ലാഭവും ഉണ്ടാകുമ്പോഴാണ് പരിപൂർണമായി തീരുക. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുക. മനുഷ്യന് എല്ലാവിധത്തിലുള്ള ലാഭവും പ്രയോജനവും ലഭിക്കുന്ന ദുആയാണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ അവന്റെ ആവശ്യത്തിന് പ്രയോജനകരമായിട്ടുള്ളത്. അത് ദുആയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നഷ്ടത്തിൽ നിന്നും പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്നതും ആയിരിക്കണം. ഈ ദുആയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ വലദ്ദാലിൻ വരെയുള്ളതിൽ എല്ലാ സാധ്യമായ ഉന്നത പ്രവർത്തനങ്ങളും ഈ ദുആയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് നഷ്ടം വരുത്തുന്ന എല്ലാവിധത്തിലുള്ള വലിയ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ദുആയാണിത്. ഈ കാര്യങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദുആ ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ദുആ അല്ല, ദീനിനു വേണ്ടിയുള്ള ദുആയാണ്. നമുക്ക് നമ്മുടെ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദീനിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ദുആ ആയിരിക്കണം. മനുഷ്യൻ ഈ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യത്തിനുള്ള കവാടങ്ങൾ തുറക്കപ്പെടുകയും മറ്റു ദുആകൾ സ്വയം സ്വീകരിക്കപ്പെട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥത്തിലുള്ള ദുആ ദീനിന്റെ പ്രബലതയ്ക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഇതുതന്നെയാണ് അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെയും സ്വീകാര്യതയുടെയും മാർഗമായി മാറുക എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. അതായത് ഞാൻ തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യഹൃദയത്തോടുകൂടി തൗബ ചെയ്യുന്നവരുടെ ഏറ്റുപറച്ചിലിനെ അംഗീകരിക്കുന്നു. അഥവാ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ തൗബ സ്വീകരിക്കപ്പെടൽ ഒരു പ്രയാസകരമായ കാര്യമായി മാറും. സത്യഹൃദയത്തോടുകൂടി ഏറ്റുപറയുന്നതിന്റെ ഫലം ഇതായിരിക്കും, അള്ളാഹു തന്റെ മുഴുവൻ വാഗ്ദാനവും പൂർത്തിയാക്കും. ഏതൊന്നാണോ അവൻ തൗബ ചെയ്യുന്നവരോട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുതൽ പ്രകാശത്തിന്റെ ഒരു പ്രഭാവം അയാളുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്നു. എപ്പോഴാണോ മനുഷ്യൻ ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നും
ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകും എന്ന് പറയുകയും ചെയ്യുന്നത്. അള്ളാഹു തന്റെ സാമീപ്യത്തിനും ദുആ സ്വീകാര്യതയുടെയും എളുപ്പവഴി പറഞ്ഞു തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും ഉത്തമമായ മാർഗം നമസ്കാരത്തിന്റെ അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, നമസ്കാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും കഴമ്പും ദുആയാണ്. ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രകൃതി നിയമത്തിന് തീർത്തും അനുസൃതമായിട്ടുള്ളതാണ്. ഉദാഹരണമായി നാം പൊതുവായ നിലയിൽ കാണുന്നു, കുട്ടി കരയുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ, വേദന പ്രകടിപ്പിക്കുമ്പോൾ മാതാവ് എത്രമാത്രം അസ്വസ്ഥയായിക്കൊണ്ടാണ് കുട്ടിക്ക് പാൽ നൽകുന്നത്. ഉലൂഹിയത്തിനും ഉബൂദിയത്തിനും ഇതുപോലുള്ള ഒരു ബന്ധമാണുള്ളത്. അതിനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. മനുഷ്യൻ അള്ളാഹുവിന്റെ കവാടത്തിൽ വീഴുകയും അങ്ങേയറ്റം വിനയത്തോടും വേദനയോടും ഉള്ളൊരുക്കത്തോടും കൂടി അവന്റെ അവസ്ഥ അവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, അവനോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉലൂഹിയത്തിന്റെ കാരുണ്യം ആവേശഭരിതമാവുകയും അത്തരം വ്യക്തിയിൽ കരുണ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാലും ഒരു വിലാപം ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പാൽ കുടിക്കണമെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കണമെങ്കിൽ അതിനും വിനയവും എളിമയും വിലാപവും രോധനവും ആവശ്യമുണ്ട്. അതുകൊണ്ട് അവന്റെ സമക്ഷത്തിൽ കരയുന്ന കണ്ണുകൾ സമർപ്പിക്കേണ്ടതാണ്. റമദാനിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭൂരിഭാഗത്തിന്റെയും ശ്രദ്ധ പള്ളിയിലേക്കുണ്ട്. നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നതിലേക്കും ശ്രദ്ധയുണ്ട്. അതോടൊപ്പം തന്നെ നഫലുകളിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്ന അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായിട്ടുള്ള ദുആകൾ, ആ ദുആകൾക്ക് നാം പ്രാധാന്യം നൽകേണ്ടതാണ്. ആദ്യത്തെ ദുആ ഇതായിരിക്കണം. ഭൗതികമായിട്ടുള്ള മറ്റു ദുആകൾ പിന്നീടാണ് വരേണ്ടത്. നമ്മുടെ ഭൗതിക ആവശ്യത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അള്ളാഹു സ്വയം അത് പൂർത്തിയാക്കി തരികയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആ കേൾപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഈ ദുആ നാം വളരെ കൂടുതലായി ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ അവിടുന്ന് ഈ ദുആ ചെയ്തിരുന്നു. അല്ലയോ റബ്ബുൽ ആലമീൻ, നിന്റെ ഔദാര്യങ്ങൾക്ക് എനിക്ക് നന്ദി പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. നീ അങ്ങേയറ്റം കാരുണ്യവാനും ഔദാര്യവാനുമാണ്. നിന്റെ ഔദാര്യം എന്നിൽ അനന്തമാണ്. ഞാൻ നശിപ്പിക്കപ്പെടാതിരിക്കാനായി എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. എന്റെ ഹൃദയത്തിൽ നിന്റെ പ്രത്യേകമായ സ്നേഹം വിട്ടുതന്നാലും എനിക്ക് ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ന്യൂനതകളെ മറച്ചുവെച്ചാലും നീ തൃപ്തനാകുന്ന കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ഞാൻ നിന്റെ പ്രൗഢോജ്വലമായ മുഖത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ കോപം എന്നിൽ ഇറങ്ങുന്നതിൽ നിന്നും നിന്നോട് അഭയം ചോദിക്കുന്നു. കാരുണ്യം ചെയ്താലും ഈ ലോകത്തിലും പരലോകത്തിലെയും ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാലും എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവും നിന്റെ കയ്യിലാണുള്ളത്. ആമീൻ സുമ്മ ആമീൻ. നാം ദുആയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരായി മാറട്ടെ. ഈ റമദാൻ നമ്മെ അള്ളാഹുവുമായുള്ള വിശ്വാസത്തിൽ ദൃഢചിത്തരായവരിൽ ഉൾപ്പെടുത്തുകയും അവരിൽ നിലനിർത്തുകയും അവന്റെ കൽപ്പനകൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ, തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ പരിപൂർണമായും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ആയിത്തീരട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ മുമ്പത്തേക്കാൾ ഉപരിയായി ദൃഢത ഉണ്ടാകുമാറാകട്ടെ. നമ്മിൽ അള്ളാഹുവിനോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു നമ്മെ ഈ ലോകത്തിലെയും പരലോകത്തിലെയും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒന്ന് മുക്കറം രാജ ഗാലിബ് അഹമ്മദ് സാഹിബിന്റേതാണ്. അദ്ദേഹം ജമാഅത്തിന്റെ ഒരു ദീർഘകാല സേവകനും ഉറുദുവിലെ വളരെ പ്രസിദ്ധനായ കവിയും സാഹിത്യകാരനുമായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്തു. ഇദ്ദേഹം പഞ്ചാബ് ടെക്സ്റ്റ് ബുക്ക് ബോർഡിന്റെ ചെയർമാനും ആയിട്ടുണ്ട്. ഇദ്ദേഹം ജൂൺ 4, 2016 ലാഹോറിൽ 88-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഗുജറാത്ത് പട്ടണത്തിൽ ഇദ്ദേഹം 1928 ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് രാജ അലി മുഹമ്മദ് സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം 1905 ബൈഅത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവിന് കാദിയാനിൽ നാസിർ മാൽ ആയും
നാസിർ ആല ആയും സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. രാജാ ഗാലിബ് സാഹിബിന്റെ മാതാമഹൻ മലിക് ബർക്കത്ത് അലി സാഹിബായിരുന്നു. ഖാലിദെ അഹമ്മദിയത്ത് ഹസ്രത്ത് മലിക് അബ്ദുറഹ്മാൻ ഖാലിദ് സാഹിബ് അദ്ദേഹത്തിന്റെ അമ്മാവനാണ്. ലാഹോറിൽ നിന്ന് ഇദ്ദേഹം മെട്രിക് പാസായി. പിന്നീട് കാദിയാനിൽ നിന്ന് FAയും ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ നിന്ന് സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കി. 1ാം സ്ഥാനവും കരസ്ഥമാക്കി. കവി, ചിന്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാഹിത്യകാരൻ എന്നീ നിലയിൽ രാജ്യത്തിലെ വിവിധ സാഹിത്യ വൈജ്ഞാനിക മേഖലകളിൽ ബഹുമാനത്തോടുകൂടി അറിയപ്പെടുന്ന ആളായിരുന്നു. അൽ ഫസൽ ദിനപത്രത്തോടൊപ്പം രാജ്യത്തിലെയും അന്താരാഷ്ട്ര തലത്തിലുമുള്ള മാസികകളിലും പത്രങ്ങളിലും അദ്ദേഹത്തിന്റെ കവിതകളും ലേഖനങ്ങളും ഉറുദുവിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്റെ ജോലി പാകിസ്ഥാൻ എയർഫോഴ്സിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് പഞ്ചാബ് വിദ്യാഭ്യാസ വകുപ്പിൽ 1962 ജോയിൻ ചെയ്തു. പിന്നീട് വളരെ സുപ്രധാനമായ വിവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്തു. ജനറൽ സെക്രട്ടറി, കൺട്രോൾ ബോർഡ് ഓഫ് ഇന്റർമീഡിയറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പഞ്ചാബ്, ചെയർമാൻ ബോർഡ് ഓഫ് ഇന്റർമീഡിയറ്റ് സർഗോദ, പഞ്ചാബ് ടെക്സ്റ്റ് ബുക്ക് ബോർഡ് ചെയർമാൻ, പഞ്ചാബ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ്. ഇദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായ രാജ്യസേവനങ്ങളാണ്. ജമാഅത്തി സേവനത്തിന്റെ പരമ്പരയും വളരെ നീണ്ടതാണ്. ജമാഅത്ത് അഹമ്മദിയ ജില്ല ലാഹോറിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി, സെക്രട്ടറി താലീം മുതലായ അനേകം സ്ഥാനങ്ങളിൽ സേവനം ചെയ്തു. 1976 ശേഷം അദ്ദേഹത്തെ അഹമ്മദിയ ജമാഅത്തിന്റെ സ്പോക്ക് പേഴ്സൺ ആയി അനേകം തവണ പ്രസ് കോൺഫറൻസുകൾ പങ്കെടുക്കുകയും പ്രസ് റിലീസ് നൽകുകയും നിലപാടുകൾ വ്യക്തമാക്കാൻ അവസരം ലഭിച്ചു. പത്രങ്ങൾക്ക് കത്തുകൾ എഴുതുന്ന ആളായിരുന്നു. വ്യക്തിപരമായ അഭിപ്രായവും പറയാൻ അവസരം ലഭിച്ചു. 1992 മുതൽ 97 വരെ ഫസ്ലെ ഉമർ ഫൗണ്ടേഷൻ ഡയറക്ടറായിരുന്നു. 1974 മുതൽ 85 വരെ വഖഫ് ജദീദിന്റെ ഡയറക്ടറായിരുന്നു. ഇതുകൂടാതെ നാസിർ ഫൗണ്ടേഷന്റെ നായിബ് സദറും ആയിട്ടുണ്ട്. വളരെ സാധാരണ പ്രകൃതക്കാരനായ, വളരെ ലഘുവായ പ്രകൃതക്കാരനായിരുന്നു. ഖിലാഫത്തുമായി വലിയ ബന്ധമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ജമാഅത്തിന്റെ ഭാരവാഹികളെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടുകൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, ഒരു വളർത്തുപുത്രി ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്കും സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ മുക്കറം മലിക് മുഹമ്മദ് അഹമ്മദ് സാഹിബിന്റേതാണ്. ഇദ്ദേഹം വഖഫ് സിന്ദഗിയായിരുന്നു. 2016 മെയ് 6 വഫാത്തായി. ഈ 2 ജനാസയും കഴിഞ്ഞ പ്രാവശ്യം നമസ്കരിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ എന്തോ കാരണം കൊണ്ട് സാധിച്ചില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ഹദ്റത്ത് ഷേഖ് ഫസൽ അഹമ്മദ് സാഹിബ് ബട്ടാലവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകനായിരുന്നു. അഹമ്മദിയ ഖിലാഫത്തുമായും ഖിലാഫത്ത് വ്യവസ്ഥിതിയുമായും വളരെ സ്നേഹത്തോടുകൂടിയുള്ള അനുസരണത്തിന്റെ ആവേശമുള്ള സ്നേഹത്തിന്റെയും കൂറിന്റെയും ബന്ധമായിരുന്നു. എല്ലാ മക്കളെയും ഈ സിഫത്ത് സ്വായത്തമാക്കാൻ ഉപദേശിക്കുമായിരുന്നു. ജമാഅത്ത് വ്യവസ്ഥിതിയെ അനുസരിക്കുന്ന വളരെ സത്പ്രകൃതക്കാരനായ, വിനയാനിതനായ, സാധുക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, സഹാനുഭൂതിയുള്ള മനുഷ്യനായിരുന്നു. മുഴുവൻ ജീവിതവും അനേകം വീടുകളെ സംരക്ഷിച്ചു. കുറച്ച് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. അത് മരണം വരെ വളരെ ഉന്നതമായ നിലയിൽ പൂർത്തിയാക്കി. തഹരീക്കെ ജദീദിന്റെ ദഫ്തറെ അവലിലെ 5000 മുജാഹിദീങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. പള്ളി നിർമ്മാണത്തിലും മറ്റു പദ്ധതികളിലും വളരെ ഹൃദയവിശാലതയോടുകൂടി ഭാഗവാക്കാകുമായിരുന്നു. റബോയിൽ ഭൂമിയുടെ ഒരു ഭാഗം, ഒരു പ്ലോട്ട് ജമാഅത്തിന് സമർപ്പിച്ചു. 1945 ഒക്ടോബർ 26 അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. ആദ്യം ഇദ്ദേഹം പുറത്തു ജോലി ചെയ്യുകയായിരുന്നു. ഏതായിരുന്നാലും അതിനുശേഷം ജീവിതം വഖഫ് ചെയ്തു വന്നു. റബോയിൽ തഅമീറാത്ത് വകുപ്പിൽ 1949 മുതൽ 55 വരെ സേവനം ചെയ്തു. 55 മുതൽ 68 വരെ വക്കാലത്തെ തഫ്ഷീറിൽ സൂപ്രണ്ടന്റന്റായി സേവനം ചെയ്തു. 1979 മുതൽ 82 വരെ നായിബ് അഫ്സർ അമാനത്തായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 82 മുതൽ 86 വരെ നായിബ് വക്കീലുൽ മാൽ സാനിയായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 85 റിട്ടയറായി. ജൂൺ 89 മുതൽ 1989 മുതൽ റീ എംപ്ലോയി ആയി സേവനം ചെയ്തു. 86 മുതൽ 89 വരെ നായിബ് വക്കീൽ തമീല തൻഫീദായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 47 വർഷമാണ് ഇദ്ദേഹത്തിന്റെ സേവനം. പിന്നീട് അദ്ദേഹം ജർമ്മനിയിൽ വന്നു. തന്റെ മക്കളുടെ അടുത്ത് വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്ന ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗ്രന്ഥങ്ങളെ വളരെ വിശാലമായ നിലയിൽ പാരായണം ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. നമ്മുടെ മുബല്ലിഗെ സിൽസില ആയ
ലേഖ് താഹിർ സാഹിബ് ഇദ്ദേഹത്തിന്റെ ചെറിയ സഹോദരനാണ്. ഇവിടെ വഖഫ് സിന്ദഗിയായ ഉദ്യോഗസ്ഥൻ അൽ ഫസൽ ഇന്റർനാഷണൽ ജോലി ചെയ്യുന്ന മലിക് മഹ്മൂദ് ഇദ്ദേഹത്തിന്റെ ചെറിയ മകനാണ്. അള്ളാഹു ഇദ്ദേഹത്തോടും മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറകൾക്കും ആത്മാർത്ഥതയോടും കൂറോടും കൂടി ജമാഅത്തുമായും ഖിലാഫത്തുമായും ബന്ധം വെക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله